നമസ്കാരം. ഇന്നലെ കേരള കൗമുദിയിൽ ഞാനൊരു വാർത്ത വായിച്ചു. അത് വെറും വാർത്തയല്ല, നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്, നമുക്കിടയിൽ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ യാചകരുടെ ഒരു തട്ടിപ്പ്. അവർ യഥാർത്ഥത്തിൽ യാചകരൊന്നും ആയിരിക്കില്ല, എന്നാലും വീട്ടിൽ വന്ന് സഹായമൊക്കെ ചോദിക്കും. ചിലരെ കണ്ടാൽ നമുക്ക് വളരെ കഷ്ടം തോന്നും, വീട്ടിലെ കഷ്ടതകളൊക്കെ പറയും, രോഗമാണെന്ന് പറയും, കഴിക്കാൻ ആഹാരമില്ല, പിള്ളേരുടെ വിദ്യാഭ്യാസ ചിലവ്, വീട്ടുകാരിക്ക് അസുഖം, അല്ലെങ്കിൽ ഭർത്താവിന് അസുഖം, തെങ്ങിൽ നിന്ന് വീണെന്നൊക്കെ പറഞ്ഞ് പല പരാധീനതകളും ഒക്കെ പറഞ്ഞ് നമ്മുടെ നിന്ന് പണം തട്ടുന്ന ആളുകളുണ്ട്. അതല്ലാതെ ഇപ്പൊ പുതിയൊരു വേർഷൻ വന്നിരിക്കുന്നത് ലുക്കിലൊക്കെ ഭയങ്കര മാന്യന്മാരായിരിക്കും, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാണെന്നും പറഞ്ഞു കുറേ ആളുകൾ ഇറങ്ങും. മനസ്സിലായോ? ഞങ്ങളൊരു അനാഥാലയം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചാരിറ്റികൾ നടത്തുന്നുണ്ട്, റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന വീടില്ലാത്ത ആളുകളെയും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളെയും ഒക്കെ സഹായിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ എന്തെങ്കിലും തന്നാൽ മതി. അപ്പോൾ ഇന്ന തുകയൊന്നും നിർബന്ധിക്കത്തില്ല. അവര് വസ്ത്രങ്ങളും ചോദിക്കും. പഴയതാണെങ്കിലും നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ, നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ താ, അല്ലെങ്കിൽ ആഹാരം താ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. നല്ല നീറ്റ് പെരുമാറ്റമൊക്കെ ആയിരിക്കും. ഇതൊരു വൻ മാഫിയുണ്ട്. ഇവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വസ്ത്രങ്ങളൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്ത് സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളായിട്ട് റോഡ് സൈഡിലൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഈ വിൽപ്പനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെയാണ്. പക്ഷെ ഇങ്ങനൊരു വലിയ മാഫിയയാണ് തങ്ങൾക്ക് പിന്നിലെന്ന് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും കൃത്യമായിട്ട് അറിവുണ്ടാകില്ല. ഇവരിങ്ങനെ കൊടുത്ത് ഇവരെ കൊണ്ട് വിൽപ്പന നടത്തിക്കുന്നു, ചെറിയൊരു ശതമാനം ഇവർക്കും കൊടുക്കുന്നു, ബാക്കി ഇവരങ്ങെടുക്കുകയാണ്. ഇങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളായിട്ട് ഈ മാഫിയ എങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിടയ്ക്ക് ഈ പാട്ട് പാടി ഗാനമേള നടത്തിയൊക്കെ ഈ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പണം തട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിന് ഏകദേശം ഒരു അറുതി വന്നിട്ടുണ്ട്. ഇപ്പൊ അധികം അങ്ങനെ കാണാനില്ല. അതുമൊക്കെ വൻ തട്ടിപ്പാണ്. നമ്മുടെ മുന്നിൽ ഒരാളൊരു സഹായത്തിന് വേണ്ടി വരുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവർക്ക് സഹായം നൽകുക. ഇങ്ങനെ ഒരുപാട് പേര് ഫ്രോഡുകൾ ഇങ്ങനെ ഇറങ്ങുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ആളുകൾക്ക് പോലും നമുക്കൊരു സഹായം നൽകാൻ ഇപ്പം മടിയാണ്. ആരെങ്കിലും നമ്മുടെ വീടിന് മുന്നിൽ നിന്ന് യാചിച്ചാൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞവരെ നമ്മൾ നേരിട്ടങ്ങ് പെട്ടെന്ന് വിടേണ്ട ഒരവസ്ഥയാണ്. കാരണം ഈ വരുന്നവരിൽ മോഷണം എന്ന ഒരു ചിന്തയോടുകൂടി വരുന്നവർ കാണാം. പകല് സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ട് ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കി വെച്ചിട്ട് പിന്നീട് മോഷണത്തിന് വേണ്ടി കൂടുതൽ ആളുകളുമായിട്ടും സംഘം ചേർന്ന് വരാനും സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ആളുകളെ ഓടിക്കുന്നത്. ഞാൻ ഈയിടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടു, ഈ പാത്രവും കുപ്പിയും പാട്ടയൊക്കെ ഇറക്കി വിറ്റ് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, വേറെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ, വലിയ ഭാണ്ഡങ്ങളുമായിട്ടൊക്കെ വരുന്നവർ, അവര് വീടിന്റെ പരിസരത്തൊക്കെ കയറി ആളില്ലാത്ത സ്ഥലം എന്നൊക്കെ കണ്ടാൽ എല്ലാം മോഷ്ടിക്കുകയാണ്. KCBയുടെ പരിസരത്തൊക്കെ കിടന്ന ഇരുമ്പും കേബിളുകളും ഒക്കെ മോഷ്ടിക്കുന്ന ചില വീഡിയോകളൊക്കെ ഇങ്ങനെ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടാൽ കൃത്യമായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാനുള്ള പൗരബോധം നമുക്കും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഈ ടിപ്പ് ടോപ്പായിട്ട് വരുന്ന യാചകരുടെ കാര്യം. അവർ യാചകരൊന്നും അല്ല, വലിയൊരു മാഫിയാണ്. വലിയ രീതിയിൽ അവർ പണം ഉണ്ടാക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു വിഷയം കൂടി ഞാൻ സംസാരിക്കുകയാണ്. ഈ ഒരു മാരുതി വാനില്, ഒമ്നി വാനില് കുറേ ബെഡുകളും കെട്ടിവെച്ചുകൊണ്ട് അവധി ദിവസങ്ങൾ നോക്കി കുറേ എണ്ണങ്ങൾ ഇറങ്ങും. വമ്പൻ ഫ്രോഡാണ്, നമ്പർ 1 തട്ടിപ്പാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണത്. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. ഇവന്മാർ ഒരു 5-6 എണ്ണം ഒരു ചെറിയ കാറിൽ കുത്തി നിറഞ്ഞിരിക്കും. ഒരു 4-5 ബെഡും മേളിൽ വെച്ച് കെട്ടിയിരിക്കും. ഏതെങ്കിലും അങ്ങ് ജംഗ്ഷനിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് പലരും പല വഴിക്കായിട്ട് തിരിയും. വീടുകളിലൊക്കെ, പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് അവർ കൂടുതലും പോകുന്നത്. അതായത് പെട്ടെന്ന് മുഴുവൻ പണം കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കാൻ നിവൃത്തിയില്ല എന്ന് തോന്നുന്ന ആളുകളെ ചെന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് 6000-ന്റെ സാധനം, അല്ലെങ്കിൽ 7000-ന്റെ സാധനം, അല്ലെങ്കിൽ 15,000-ന്റെ സാധനം നിങ്ങൾക്ക് 2000 രൂപയ്ക്ക് തരാമെന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കും. ആദ്യം നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ തന്നാൽ മതി, ആദ്യം ഒരു 500-600 ഒക്കെ തന്നാൽ മതി എന്നൊക്കെ പറയും. വമ്പൻ ഫ്രോഡുകളാണ് ഇവർ. ഈ തമിഴ്നാട്ടിൽ ഈ വേസ്റ്റ് മെത്തകളൊക്കെ, നമ്മൾ വേസ്റ്റുകളൊക്കെ കൊണ്ട് കളയത്തില്ലേ, അങ്ങനെയുള്ള മെത്തകളിൽ നിന്നും പഞ്ഞി ശേഖരിച്ച് ഒരു ശാസ്ത്രീയതയും ഇല്ലാതെ ഒരു ക്വാളിറ്റിയും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ബെഡുകളാണ് ഈ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത്. വലിയ വലിയ കമ്പനികളുടെയൊക്കെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് മെത്തകളൊക്കെ ഇവന്മാർ ഇറക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഉടനെ ഈ ഡോക്ടർ പ്ലസ് എന്നൊക്കെ പറഞ്ഞത് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്ന ചില ബെഡുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നട്ടിലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതിൻ്റെയൊക്കെ പേരിൽ ഡോക്ടർ പ്ലസ് എന്നൊക്കെ ചേർത്തുള്ള പേരുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബെഡുകൾ ഇറക്കുകയാണ്. അത് ഒരു കാരണവശാലും നിങ്ങൾ പോയി വാങ്ങിക്കരുത്. ഏതെങ്കിലും നമുക്കറിയാവുന്ന ഒരു കടയിൽ ചെന്ന് നേരിട്ടത് വാങ്ങിക്കുക. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കടയിൽ ചെന്ന് തന്നെ ഇതൊക്കെ വാങ്ങിക്കാവുള്ളൂ. വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ് ഇങ്ങനെ നടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയാം, ഈ കാർപ്പറ്റ് വിരിക്കുന്ന, ബാംബു കർട്ടൻ ഇടുന്ന സംഘങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫ്രോഡുകളാണ്. ഇവരൊക്കെ വീടിൻ്റെ മുന്നിൽ വരുമ്പോഴേ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അപ്പോഴേ വിടുക. കതക് ഗേറ്റ് തുറന്നു കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. ഈ വയസ്സായവരൊക്കെ തനിച്ച് താമസിക്കുന്ന ഇടങ്ങളിലാണ് പ്രത്യേകിച്ചും ഇത്രയും വലിയ ഫ്രോഡുകൾ, തട്ടിപ്പുകളൊക്കെ നടത്തുന്നത്. അവന്മാർ എന്നിട്ട് കയറി ബെഡൊക്കെ ആണെങ്കിൽ കൊണ്ടങ്ങ് ഇട്ടേക്കും, കട്ടിലിൽ എങ്ങും കൊണ്ട് ഇടും.
എന്നിട്ട് ഇനി വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആദ്യം കയ്യിലുള്ള ഒരു 1000 രൂപയാണ്, 1000 രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഇവന്മാരുടെ ഒരു അഡ്രസ്സും കാണത്തില്ല. ഈ ബെഡ് കൊണ്ട് തരുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. പിന്നെ ഫോൺ നമ്പർ ഒക്കെ തന്നിട്ടായിരിക്കും പോകുന്നത്, ആ നമ്പറിൽ വിളിച്ചാലും കിട്ടില്ല. ഇങ്ങനെ ഒരു 1000 രൂപ വെച്ച് ഒരു 10 വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അവന്മാർക്ക് 10,000 രൂപ കിട്ടിയില്ലേ? അപ്പം നമ്മൾ സ്വയം ഇങ്ങനെ മണ്ടന്മാരാകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എങ്ങനെ ചെലവാക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് വെറുതെ കൊണ്ട് ആറ്റിൽ കളയണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ എണ്ണങ്ങൾ വരുന്നുണ്ട്. മകളുടെ കല്യാണമാണ്, മകൻ്റെ കല്യാണമാണ്, തെങ്ങിൽ നിന്ന് വീണതാണ്, ക്യാൻസറാണ്. ഓരോ ആണുങ്ങളെയൊക്കെ കാണുമ്പോഴറിയാം കണ്ണൊക്കെ ചുവന്നിരിക്കും. അതിരാവിലെ തന്നെ എല്ലാം അടിച്ച് ഫിറ്റായിട്ടാണ് നടക്കുന്നത്. മദ്യപിച്ചിട്ട് വരെ ഇങ്ങനെ വന്ന് പൈസ ചോദിക്കാൻ ഒരു മടിയില്ലാത്ത ആളുകളുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടറിഞ്ഞ് മാത്രം സഹായിക്കുക. നമ്മുടെ ജീവനിൽ നമുക്കൊരു കൊതി വേണം. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ കൂടുതലും സ്വർണ്ണങ്ങൾ ആഭരണങ്ങളാക്കി ഇട്ടുകൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ ഒരു രീതി അതാണ്. പക്ഷേ ഇന്നത്തെ സ്വർണത്തിൻ്റെ വില അറിയാം. പ്രത്യേകിച്ച് വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ സ്വർണ്ണമൊന്നും അവരുടെ ശരീരത്തെ ധരിപ്പിക്കാതിരിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സ്വർണം ഇട്ട് കൊടുക്കുകയേ വേണ്ട. അതിൻ്റെ ഒന്നും സമയമായിട്ടില്ല. അവർക്ക് സ്വർണം ഇടാനുള്ള ആഗ്രഹം തോന്നുന്ന പ്രായമായിട്ടില്ല. ഒരു പ്രായം എത്തുമ്പോൾ അവർക്ക് തോന്നുമല്ലോ ഒരു മോതിരം ഇട്ടാക്കുള്ള, ഒരു മാല ഇട്ടാക്കുള്ള, ആ സമയത്ത് അവർ ഇട്ടോട്ടെ. അവർക്കത് സൂക്ഷിക്കാൻ അറിയാവുന്ന പ്രായമാകുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുക. നമ്മുടെ ജാട കാണിക്കാൻ, നമ്മുടെ പൊങ്ങച്ചം കാണിക്കാൻ, നമുക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എല്ലാം കൂടെ കൊച്ചു പിള്ളേർക്ക് വാരി വലിച്ചിട്ട് കൊടുത്തിട്ട് അവസാനം കുഞ്ഞുങ്ങളുടെ ജീവൻ തന്നെ അത് അപകടത്തിലായേക്കാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിലും കണ്ടമാനം സ്വർണം ഇട്ടിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും വഴി കൂടെ ഒക്കെ പോകുന്ന ചില ആളുകളാണെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ കള്ളന്മാർ തന്നെയല്ല ഇപ്പോൾ പിടിച്ചു പറയൊക്കെ നടത്തുന്നത്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതിനുള്ള പണമില്ലാതെ വരുമ്പോൾ നമ്മളെ ആക്രമിച്ചേക്കാം. അല്ലെ ഇന്ന എടുത്തു പോയാൽ സ്വർണം കിട്ടും, അവളെ ആക്രമിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീടും പരിസരമൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണെങ്കിൽ ഇന്ന സമയത്ത് അവർ ഒറ്റയ്ക്കായിരിക്കും എന്നൊക്കെ നോക്കി വെച്ച് വന്ന് കയറാനും സാധ്യതയുണ്ട്. നമുക്ക് പരിചയമുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ വരുമ്പോൾ നമ്മൾ ഗേറ്റ് തുറന്നു കൊടുക്കും, അല്ലെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കും. അപ്രതീക്ഷിതമായിട്ടൊരു ആക്രമണവും ദുരന്തവും ഒക്കെ സംഭവിക്കും. അതുകൊണ്ട് സ്വർണം കൂടുതൽ ഇട്ട് പ്രദർശിപ്പിച്ച് നടക്കുന്നത് കുറച്ച് കാലത്തേക്കെങ്കിലും ഒഴിവാക്കുക. കുഞ്ഞുങ്ങൾക്കും സ്വർണം ഇട്ട് കൊടുക്കാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ തരം യാചകരെയും വീട്ടിൽ ടിപ് ടോപ്പായിട്ട് എത്തുന്ന പിരിവുകാരെയും ഒക്കെ ശ്രദ്ധിക്കുക. നമുക്ക് ബോധ്യമുള്ളിടത്ത് മാത്രം പണം ചെലവാക്കുക. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക.